Meaning and definition of monopoly. Monopoly is made of two words, mono and poly. Mono means single and poly means seller. മോണോപോളി എന്ന വാക്ക് ഉദ്ഭവിച്ചിരിക്കുന്നത് രണ്ട് വാക്കിൽ നിന്നാണ്. മോണോ എന്ന വാക്കും പോളി എന്ന വാക്കും. മോണോ എന്ന് വെച്ചാൽ ഒറ്റ എന്നും പോളി എന്ന് വെച്ചാൽ വിൽപ്പനക്കാരൻ എന്നുമാണ് അർത്ഥം. Thus, monopoly refers to a market situation where one firm or a group of firms which can combine to have a control over the supply of the product. മോണോപോളി എന്താണെന്നാൽ ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ്. അവിടെ ഒരു 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 സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മയോ ഒന്നിച്ചു ചേർന്ന് ഒരു സപ്ലൈ ഓഫ് മാർക്കറ്റിനെ മുകളിൽ കൺട്രോൾ എടുക്കുന്നതിനെയാണ് മോണോപോളി എന്ന് പറയുന്നത്. In other words, monopoly is a market situation in which there is one seller of a product with barriers of entry of others. വേറെ വാക്കുകൾ പറഞ്ഞാൽ മോണോപ്പൊളി എന്നത് ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ്. അതിൽ ഒരു പ്രൊഡക്റ്റിന് ഒറ്റ സെല്ലറേ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന് എൻട്രി ഓഫ് അതേഴ്സിന് ഉള്ള ബാരിയേഴ്സ് മൊത്തം അദ്ദേഹത്തിൻ്റെ മുകളിലായിരിക്കും. കൈൻഡ്സ് ഓഫ് മോണോപ്പൊളി. Simple monopoly and discriminating monopoly. Simple monopoly firms charges a uniform price to its output sold to all the buyers. Simple monopoly firm എന്ന മോണോപ്പൊളി അവരുടെ ഔട്ട്പുട്ട് ബയേഴ്സിന് വിൽക്കുന്നതിന് ഒരു യൂണിഫോം പ്രൈസ് അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക അവർ അതിന് മേൽ ഏർപ്പെടുത്തുന്നു. While a discriminating monopoly firm charges different prices for same product to different buyers. എന്നാൽ ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപോളി എന്ന് വെച്ചാൽ ഒരേ പ്രൊഡക്റ്റിന് തന്നെ പല ബയേഴ്സിന് പല നിരക്കിൽ അവർ വിൽക്കുന്നതിനെയാണ് ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപോളി എന്ന് പറയുന്നത്. എ സിമ്പിൾ മോണോപോളി ഓപ്പറേറ്റ്സ് ഇൻ എ സിംഗിൾ മാർക്കറ്റ്. എ ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപോളി ഓപ്പറേറ്റ്സ് ഇൻ മോർ ദാൻ വൺ മാർക്കറ്റ്. സിമ്പിൾ മോണോപോളി ഒറ്റ ഒരു മാർക്കറ്റിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപോളി പല മാർക്കറ്റുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. Pure monopoly and imperfect monopoly. Pure monopoly is that type of monopoly in which a single firm which controls the supply of a commodity which has no substitutes, not even a remote one. Pure monopoly എന്ന് വെച്ചാൽ ഒരു തരം മോണോപ്പൊളിയാണ്. അതിൽ ഒറ്റ ഒരു സ്ഥാപനം സപ്ലൈയുടെ മുകളിലുള്ള ഒരു കമ്മോഡിറ്റിയുടെ സപ്ലൈയിൽ മേലെയുള്ള എല്ലാ കൺട്രോളും ഏറ്റെടുക്കുക എന്നതാണ്. അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. അതാണ് പ്യുവർ മോണോപ്പൊളി എന്ന് വെച്ചാൽ. ഇറ്റ് പൊസസ് ആൻ ആബ്സൊല്യൂട്ട് മോണോപ്പൊളി പവർ. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അതിനൊരു യഥാർത്ഥ മോണോപ്പൊളിയുടെ പവറുണ്ട് പ്യുവർ മോണോപ്പൊളിക്ക്. സച്ച് എ മോണോപ്പൊളി ഈസ് വെരി റെയർ. അങ്ങനത്തെ മോണോപ്പൊളി അധികമില്ല, കുറച്ചേ ഉള്ളൂ. വൈൽ ഇൻപെർഫെക്റ്റ് മോണോപ്പൊളി മീൻസ് എ ലിമിറ്റഡ് ഡിഗ്രി ഓഫ് മോണോപ്പൊളി. ഇംപെർഫെക്റ്റ് മോണോപ്പൊളി എന്ന് വെച്ചാൽ ഒരു നിശ്ചിത മോണോപ്പൊളിയുടെ ഡിഗ്രി ആയിരിക്കും. ഇറ്റ് റെഫേഴ്സ് ടു എ സിംഗിൾ ഫേം വിച്ച് പ്രൊഡ്യൂസസ് എ കമ്മോഡിറ്റി ഹാവിങ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇംപെർഫെക്റ്റ് മോണോപ്പൊളി എന്ന് ഉദ്ദേശിച്ചാൽ ഒരു സ്ഥാപനമേ ഉണ്ടാവുള്ളൂ. ആ സ്ഥാപനം ആ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ആ കമ്പനിയാണ് ആ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അതിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒന്നും ഉണ്ടാവില്ല. The degree of monopoly is less than perfect in this case, and it relates to the availability of the closeness of a substitute. In practice, there are many cases of such imperfect monopoly. Natural monopoly. When a monopoly is established due to natural causes, then it is called natural monopoly. ഒരു മോണോപ്പൊളി സ്വാഭാവിക കാരണങ്ങളാൽ നിർമ്മിക്കപ്പെടുന്നതിനെയാണ് നാച്ചുറൽ മോണോപ്പൊളി എന്ന് പറയുന്നത്. ടുഡേ ഇന്ത്യ ഹാസ് ഗോട്ട് മോണോപ്പൊളി ഇൻ മൈക്ക പ്രൊഡക്ഷൻ ആൻഡ് കാനഡ ഹാസ് ഗോട്ട് മോണോപ്പൊളി ഇൻ നിക്കൽ പ്രൊഡക്ഷൻ. ഇന്ത്യക്ക് മൈക്ക പ്രൊഡക്ഷനിൽ നാച്ചുറൽ മോണോപ്പൊളി ഉണ്ട്. കാനഡയ്ക്ക് നിക്കൽ പ്രൊഡക്ഷനിൽ നാച്ചുറൽ മോണോപ്പൊളി ഉണ്ട്. ഇതിനെയാണ് ഈ നിക്കലിലും മൈക്കയിലും ഉള്ള മോണോപ്പൊളിയാണ് നാച്ചുറൽ മോണോപ്പൊളി. അത് സ്വാഭാവിക കാരണങ്ങൾ ഉണ്ടാക്കപ്പെടുന്നതാണ്. ഇൻഡസ്ട്രിയൽ മോണോപ്പൊളീസ് ഓർ പബ്ലിക് മോണോപ്പൊളീസ്. ഇൻ ജനറൽ ഇൻട്രസ്റ്റ് ഓഫ് എ നേഷൻ, വെൻ എ ഗവൺമെൻറ് നാഷണലൈസസ് certain industries in the public sector whereby industrial
or public monopolies are created. ഒരു രാജ്യത്തിൻ്റെ സ്വന്തം താല്പര്യപ്രകാരം ഒരു പബ്ലിക് സെക്ടറിലെ ഇൻഡസ്ട്രികളെല്ലാം നാഷണലൈസ് ചെയ്യുക, അങ്ങനെയാണ് പബ്ലിക് മോണോപ്പൊളീസ് അഥവാ ഇൻഡസ്ട്രിയൽ മോണോപ്പൊളീസ് നിർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉദ്ഭവിക്കപ്പെടുന്നത്. The Industrial Policy Resolution 1956 in India, for instance, categorically laid down that certain fields like arms and ammunition, atomic energy, railways and air transport will be the sole monopoly of the central government. 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഇന്ത്യയിലുണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഒരു കാരണത്താൽ ഈ ആയുധങ്ങൾ, അതിൻ്റെ പിന്നെ അറ്റോമിക് എനർജി, റെയിൽവേ, എയർ ട്രാൻസ്പോർട്ട് ഇങ്ങനെയുള്ള എല്ലാ മോണോപ്പൊളിയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരികയും ചെയ്തു. ഇൻ ദിസ് വേ ഇൻഡസ്ട്രിയൽ മോണോപ്പൊളീസ് ആർ ക്രിയേറ്റഡ് ത്രൂ സ്റ്റാറ്റ്യൂട്ടറി മെഷേഴ്സ്. ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ മോണോപ്പൊളി നിർമ്മിക്കപ്പെടുന്നത്. അടുത്തത് മോണോപ്പൊളിസ്റ്റിക് ഡിമാൻഡ് കർവ്. ഡെഫിനിഷൻ: under perfect competition, the demand curve which an individual seller has to face is perfectly elastic. Either it runs parallel to the base axis. പെർഫെക്റ്റ് കോമ്പറ്റീഷന് താഴെ ഡിമാൻഡ് കർവ് ഒരു ഇൻഡിവിജ്വൽ സെല്ലറിൻ്റെ ഇൻഡിവിജ്വൽ സെല്ലറിന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ പാരലൽ ടു ദ ബേസ് ആക്സിസിന് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാവും അതുണ്ടാവുക. ദ കോമ്പറ്റേറ്റീവ് സെല്ലർ ബീയിങ് അണേബിൾ ടു എഫക്റ്റ് ദ മാർക്കറ്റ് പ്രൈസ് സെൽസ് ഇറ്റ് ഔട്ട്പുട്ട് അറ്റ് പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്. ഒരു കോമ്പറ്റേറ്റീവ് സെല്ലറിന് ഇത് അഫക്റ്റ് ഇല്ല, മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ ഔട്ട്പുട്ടിന് വിൽക്കുന്നതിന് അദ്ദേഹത്തിനൊരു അഫക്റ്റിങ് ഉണ്ടാവില്ല. ഈ മാർക്കറ്റ് പ്രൈസ് തന്നെ സാധനങ്ങൾ വിൽക്കുന്നതിന് കോമ്പറ്റേറ്റീവ് സെല്ലറിന് ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. ഹെൻസ് മാർജിനൽ റവന്യൂ ഈക്വൽസ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അങ്ങനെയാണ് മാർജിനൽ റവന്യൂ മാർജിനൽ പ്രൈസിന് ഈക്വൽ ആവുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ. ദ ആവറേജ് റവന്യൂ ഈസ് ഐഡൻറ്റിക്കൽ ടു ദ മാർജിനൽ റവന്യൂ. ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും ഐഡൻറ്റിക്കലോ എന്ന് പറഞ്ഞാൽ ഒരേപോലെയാവും. ദസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതിൻ്റെ ഫോർമുല MR ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു പ്രൈസ് ആൻഡ് ത്രീ കർവ്സ് കോയിൻസൈഡ് ആൻഡ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. MR ഈസ് ഈക്വൽ ടു AR ഈക്വൽ ടു പ്രൈസ് ആൻഡ് ത്രീ കർവ്സ് കോയിൻസൈഡ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. 3 കർവുകൾ കോയിൻസൈഡ് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവും. അതും MR എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസും AR എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ആവറേജ് പ്രൈസിനും മാർക്കറ്റ് റവന്യൂ എന്നത് ആവറേജ് റവന്യൂവിനും പ്രൈസ് ഓഫ് ദ ത്രീ കർവ് കോയിൻസൈഡ് ആൻഡ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും ഒരേപോലെ ആയിരിക്കും. ദിസ് ഈസ് however not the case under monopoly. The monopolist is the sole supplier of a product in the market. ഒരു മോണോപോളിസ്റ്റാണ് ആ മോണോപോളിസ്റ്റിക് മാർക്കറ്റിലെ പ്രോഡക്റ്റിൻ്റെ ഒരേ ഒരു സപ്ലയർ അദ്ദേഹം മാത്രമാവും. ഹി ഹാസ് ദ ഫുൾ പവേഴ്സ് ടു മേക്ക് ഡിസിഷൻ എബൌട്ട് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അദ്ദേഹത്തിനാവും ആ പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്നതിനുള്ള മുഴുവൻ പവറും പുള്ളിക്കായിരിക്കും. പുള്ളിയാണ് അതെല്ലാം തീരുമാനിക്കുക. ഹി ഈസ് എ പ്രൈസ് മേക്കർ. If he lowers the unit price of the product, his sale is increased, and if he raises the price, he will not lose all his sale. ഇതിൽ അദ്ദേഹമാണ് പ്രൈസ് മേക്കർ അഥവാ വില നിശ്ചയിക്കുന്ന ആൾ അദ്ദേഹമാണ്. അദ്ദേഹം പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് പ്രൈസ് അദ്ദേഹം കുറയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെയിൽ ഇൻക്രീസ് ആവുകയും അഥവാ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെയില് ലെസ് ആവുകയും ചെയ്യുകയില്ല. The demand curve facing the monopolies thus slope downward from the left to right.
അതുകൊണ്ട് തന്നെ മോണോപ്പൊളിസ്റ്റിനെ ഫേസ് ചെയ്യുന്ന ഡിമാൻഡ് കർവ് ലെഫ്റ്റ് ടു റൈറ്റ് സ്ലോപ്പ് ചെയ്തിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. ഇതാണ് ആ ഡയഗ്രാം. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി, വൈ ആക്സിസിൽ റവന്യൂ ആൻഡ് കോസ്റ്റ്. രണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. മാർക്കറ്റ് ഡിമാൻഡും മാർജിനൽ റവന്യൂ. As the monopolist demand curve is negatively sloped, the marginal revenue is here no longer equal to the price of average revenue. Monopolistic demand curve നെഗറ്റീവ്ലി സ്ലോപ്പ് ആണെന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർജിനൽ റവന്യൂ ആവറേജ് റവന്യൂവിന് ഈക്വൽ ആവില്ല. ഇറ്റ് ഈസ് ലെസ് ദാൻ ദ പ്രൈസ് അറ്റ് എവരി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ആവറേജ് റവന്യൂവിനെക്കാട്ടിലും താഴെ ആയിരിക്കും പ്രൈസ് എക്സെപ്റ്റ് ദ ഫസ്റ്റ്. ആദ്യത്തിനെ അപേക്ഷിച്ചാണത്. ദ റിലേഷൻ ബിറ്റ്വീൻ മാർജിനൽ റവന്യൂ ആൻഡ് ആവറേജ് റവന്യൂ ഈസ് എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഷെഡ്യൂൾ ആൻഡ് എ ഡയഗ്രാം. മാർജിനൽ റവന്യൂവിൻ്റെയും ആവറേജ് റവന്യൂവിൻ്റെയും ബന്ധത്തെയാണ് നമ്മൾ ഈ ഡയഗ്രത്തിലൂടെ കാണുന്നത്. ഇനി അടുത്തത് കോസ്റ്റ്സ് ഓഫ് മോണോപ്പൊളി. എ മോണോപ്പൊളിസ്റ്റ് പ്രൊഡ്യൂസസ് ലെസ് ഔട്ട്പുട്ട് ആൻഡ് സെൽ ഇറ്റ് അറ്റ് ഹയർ പ്രൈസ് ദാൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം. ഒരു മോണോപ്പൊളിസ്റ്റ് പ്രൊഡ്യൂസസ് ലെസ് ഔട്ട്പുട്ട് ആൻഡ് സെൽ ഇറ്റ് ഇൻ ഹയർ പ്രൈസ്. കുറച്ച് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് അധികമായ വിലയിൽ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേമിന് അധികമായ വിലയിൽ വിൽക്കുകയും ചെയ്യുന്നു. ദ മോണോപ്പൊളിസ്റ്റ് ബിഹേവിയർ ഈസ് കോസ്റ്റ്ലി ടു ദ കൺസ്യൂമേഴ്സ് ഹു ഡിമാൻഡ് മോണോപ്പൊളിസ്റ്റ് ഔട്ട്പുട്ട്. മോണോപ്പൊളിസ്റ്റിക് ബിഹേവിയർ ഉള്ള മോണോപ്പൊളിസ്റ്റ് ബിഹേവിയർ ഈസ് കോസ്റ്റ്ലി ടു ദ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ദ മോണോപ്പൊളിസ്റ്റ് ഔട്ട്പുട്ട്. ദ മോണോപ്പൊളിസ്റ്റ് ബിഹേവിയർ, ഒരു മോണോപ്പൊളിസ്റ്റിൻ്റെ ബിഹേവിയർ കൺസ്യൂമേഴ്സിന് ഈസ് കോസ്റ്റ്ലി ടു കൺസ്യൂമേഴ്സിന് അത് കുറച്ച് വിലയധികമായി തോന്നും. ഈ മോണോപ്പൊളിസ്റ്റിക് ഔട്ട്പുട്ടിന് ഡിമാൻഡ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് ആ മോണോപ്പൊളിസ്റ്റിക് ബിഹേവിയർ ഇച്ചിരി കോസ്റ്റ് ആയിട്ടാവും തോന്നുന്നുണ്ടാവും. ദ കോസ്റ്റ് ഓഫ് മോണോപ്പൊളി ദാറ്റ് ഈസ് ബോൺ ബൈ കൺസ്യൂമേഴ്സ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദ ഫിഗർ. ഈ കാണുന്ന ഫിഗറിൽ നമുക്കത് വ്യക്തമായി കാണാം. The firm's marginal cost curve is drawn as horizontal line at the market price ₹5. The market price എന്ന 5 എന്ന മാർക്കറ്റ് പ്രൈസിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനാണ് നമുക്ക് മാർജിനൽ കോസ്റ്റ് കർവായിട്ട് കാണിച്ചിരിക്കുന്നത്. In a perfectly competitive market, the firm's marginal revenue curve is also equal to the market price at ₹5. ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഒരു സ്ഥാപനത്തിൻ്റെ മാർജിനൽ റവന്യൂ കർവ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസിന് ഈക്വൽ ആയിട്ടാവും ഉണ്ടാവുക. അതായത് ഇതിൽ 5 ആണെങ്കിൽ ആ 5ന് ഈക്വൽ ആയിട്ടാണ് അത് മാർജിനൽ, ആ 5ന് നേരെയായിരിക്കും മാർജിനൽ റവന്യൂ കർവ്. Therefore, total output in a perfectly competitive market will be 5 units. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ മൊത്തം ഔട്ട്പുട്ടും 5 യൂണിറ്റ്സ് ആവും. ഇൻ എ മോണോപ്പൊളിസ്റ്റ് മാർക്കറ്റ്, ഹവർ, എ മാർജിനൽ റവന്യൂ ആൻഡ് എ മാർജിനൽ കോസ്റ്റ് ഇൻ്റർസെക്ട് അറ്റ് 3 points ഓഫ് ഔട്ട്പുട്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും മാർജിനൽ റവന്യൂവും മാർജിനൽ കോസ്റ്റും ഔട്ട്പുട്ടിൻ്റെ മൂന്നാമത്തെ യൂണിറ്റിൽ വെച്ച് ഒത്തുചേരുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ടും കൂട്ടിമുട്ടുന്നുണ്ട്. ദസ് മോണോപ്പൊളിസ്റ്റ് സെൽ ഇറ്റ്സ് ഔട്ട്പുട്ട് അറ്റ് ₹7 per unit. അതുകൊണ്ട് തന്നെ മോണോപ്പൊളിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് 7 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. ദ പ്രൈസ് ഓൺ ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ദാറ്റ് കറസ്പോണ്ടൻറ്റ് ടു ദ 3 units ഓഫ് ഔട്ട്പുട്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റിനെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് കറസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്കും എനിക്ക് അവസരം നൽകിയ ജോസഫ് സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.